പെട്ടെന്ന് വേറൊരു ലൈനിലേക്കൊന്ന് പോകാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനം, ഉപമകളിലൂടെയാണ് ഈശോ സുവിശേഷം പ്രഘോഷിച്ചത്. എപ്പോഴും ഉപമകളാണ് പറയുക. അപ്പോൾ ഈ അപ്പസ്തോലന്മാർ പ്രൈവറ്റായിട്ട് ഈശോൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, എന്താണ് ഈ ഉപമകളിലൂടെ ഇങ്ങനെ പറയണതിൻ്റെ കാര്യം? അതാണ് ഇവിടുത്തെ ചർച്ച. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. നിങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആകണം. 4:10. അവൻ പറഞ്ഞു, എല്ലാവരും എടുത്ത് വായിച്ചെന്ന്, എല്ലാവരും എടുത്ത്. ഇല്ലില്ല, നിങ്ങൾ തുറക്കണം, ബൈബിള് തുറക്ക്. എന്നിട്ട് ഈ 4-ാം അധ്യായം, മർക്കോസ് 4-ാം അധ്യായം 10-ാമത്തെ വചനം ഒന്ന് എടുത്ത്. കിട്ടിയോ? സ്റ്റാർട്ട്. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. വായിച്ചില്ലേ? എന്താ തോന്നണേ വായിച്ചിട്ട്? എന്തോ അച്ചടി പ്രശ്നമുള്ള മാതിരി തോന്നണില്ലേ? ഇല്ലേ? എന്തോ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉള്ള മാതിരി തോന്നണേ. എന്താണ് ഒന്നുകൂടി വായിച്ചതിൻ്റെ അവസാനം? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. ഈ വചനം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാ തോന്നണേ. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നിട്ട് എന്താ അതിനെക്കുറിച്ച് ചിന്തിച്ചേ? അതിന് ഉത്തരം കണ്ടുപിടിച്ചോ? എന്തുകൊണ്ടാണ്? അതാണ് എല്ലാവരും രക്ഷിക്കാൻ വന്ന ഈശോ പറയാണ്, ഇവന്മാരെ ഒന്നും രക്ഷിക്കണ്ടെന്നല്ലേ. ഇപ്പം ഉറക്കം വരണില്ല. ഒന്നും കൂടി വായിച്ചു നോക്കിയൊന്ന്. ശരിക്കും നിങ്ങളുടെ ബൈബിളിൽ നോക്കി വായിക്കണം, അടിവരയിട്ട് വായിക്കണം. ഒന്നുകൂടി ഉറക്കെ വായിച്ചേ. അവർ കണ്ടിട്ടും, സിസ്റ്റർ വായിച്ചോ, കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിന് വേണ്ടി. ഷടാ, അവർ കണ്ടിട്ട് കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉപമകളിലൂടെ പറയുന്നത്. അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ്, എല്ലാവരും ശബ്ദമുയർത്തി, അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇങ്ങനെയുള്ള വചനങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നതാണ് ദൈവ വെളിപാട്, അല്ലെങ്കിൽ ഈ വെളിപാട് വരത്തിൻ്റെ ഒരു പ്രവർത്തനം. പക്ഷേ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കേണ്ടവരാണ്. നിങ്ങളെല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാകാനുള്ള വരമുണ്ട്. പക്ഷേ വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഈ കലപ്പയിൽ കൈവയ്ക്കണവർ കലപ്പയുടെ കാര്യവും മുഴുകണ കാര്യമൊക്കെ ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് പ്രവർത്തനത്തിൽ വ്യാകൃതരായിരിക്കണവർ ആ പ്രവൃത്തിയുടെ കാര്യങ്ങൾ ചിന്തിക്കും. ദൈവത്തിൻ്റെ വെളിപാട് കിട്ടുമോ? വലിയൊരു കാര്യമാണിത്. ആ വചനം എവിടെയെന്നറിയോ? പ്രഭാഷകൻ 38:24 മുതൽ.
ഒന്ന് വായിക്കാട്ടോ. ഇത് നിങ്ങൾക്ക് ഒരാശ്വാസം തരാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കണം. ഒന്നാമത്തെ കാര്യം, ആരെങ്കിലും മഠത്തിലൊരു വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല. ചില നേരം മഠത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ തോന്നും, മറ്റെല്ലാവരും പ്രവർത്തിക്കണ നേരത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാലും അവരെന്ത് വിചാരിക്കും? ഇതല്ലേ നിങ്ങൾ ചിന്തിക്കുക. ഒരു 2 മണിക്കൂർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ ഭയങ്കര വേല നടക്കുകയാണ്, ജോലി നടക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കാനിരിക്കുന്ന സിസ്റ്റർ തോന്നുകയാണ്, അവരെല്ലാവരും അവിടെ ജോലി ചെയ്യണ നേരത്ത് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ? അതുകൊണ്ട് ഞാനും അവരുടെ കൂടെ പോയി ജോലി ചെയ്യാം. ഇനി പോയില്ലെങ്കിൽ വിചാരിക്കും, കണ്ടില്ലേ നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, അവിടെ ഒരുത്തി അവിടെ ഇരിക്കണം സുഖമായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണു? പള്ളിയിൽ അടച്ചിട്ടേക്കാണ്, ആരും ഉണ്ടാവില്ല അവിടെ. എല്ലാവരും പ്രവർത്തന മേഖലകളിലാണ്. കർത്താവിൻ്റെ അടുത്ത് ആരുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വായിച്ചോ. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. കണ്ടോ, വിശ്രമിക്കണം. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനിയാകും? അവൻ ഉഴവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരനും കരവേല വിദഗ്ധരും അങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവൻ്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ. അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചൂള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിനകത്ത് എത്ര പോയിന്റ് പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ പോയിന്റ് കലപ്പ പിടിക്കുന്നവൻ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് കൊത്തുപണിക്കാരൻ, കരവേല വിദഗ്ധൻ, മൂന്നാമത്തേത് ഇരുമ്പ് പണിക്കാരൻ, നാലാമത്തേത് കുശവൻ. ആരുള്ളൂ? വേറൊരാൾ കൂടി ഇല്ലേ? ആരാണ് അത്? കൊത്തുപണിക്കാരനല്ലേ? ഓക്കെ. അപ്പം ഈ 4 ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടാണ്. കണ്ടോ? അപ്പം ഈ 4 പേരെയും ആൾമോസ്റ്റ് സെയിം പ്രോസസ്സാണ്. എന്തിനാണ് ഇത്രയും പറഞ്ഞേക്കണത്? എന്നാൽ ഇവരൊക്കെ ആവശ്യമുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാൻ കേട്ടോ. ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല. എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങൾ കുറേ പേരൊന്ന് വെറുതെ ഇരിക്കണം എന്നുള്ളതാണ്. എന്തിനാ വെറുതെ ഇരിക്കണേ? കർത്താവിന് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനും കർത്താവിൻ്റെ വെളിപാട് കിട്ടാൻ വേണ്ടി വലിയൊരു പോയിൻ്റാണിത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഓടിച്ചാടി എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ കോൺഗ്രിഗേഷൻ ഭയങ്കര ആക്റ്റീവായി, എല്ലാവരും നന്നായിട്ട് ഓടണ്ട്. അപ്പോൾ ലോക്കൽ സുപ്പീരിയറിനും സന്തോഷമായി, എല്ലാവരും നല്ല ബിസിയാണ്. ഒരു സന്തോഷിക്കാനുള്ള വകുപ്പുമില്ല അവിടെ. നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. കർത്താവിന് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ കുഞ്ഞൻ ചെത്തിമാരെ ക്ഷണിക്കുന്നു. ഈ കുഞ്ഞൻ ചെത്തിമാർ ഇവിടെ വന്നിട്ട് അവർക്ക് കർത്താവിൻ്റെ അടുത്ത് 1 മണിക്കൂർ പോലും ഇരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്താണ് അവസ്ഥ?
ഇത് ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ വളരെ വിദഗ്ധനായ ഒരു എൻജിനീയറായിരുന്നു ഞാൻ. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല, ഈ ഭാരതത്തിലെ വലിയ വലിയ ഫാക്ടറികളിൽ ആർക്കും ചെയ്യാൻ പറ്റാതെ 6 മാസമായിട്ട് കിടക്കുന്ന ചില ജോലികൾ ആർക്കും അത് ചെയ്യാനൊരു ഐഡിയ ഇല്ല. അത് ഞാൻ അല്ലെങ്കിൽ എന്നെ പറഞ്ഞയച്ചു. ഞാൻ അവിടെ പോയി വാസ്തവത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ഐഡിയ കിട്ടി, അങ്ങനെ അത് ചെയ്തിട്ട് ആ ഫാക്ടറി ഓടിയിട്ടുള്ളത്. ഞാൻ അതെല്ലാം വിട്ടു എന്ന് കേട്ടപ്പോൾ എൻ്റെ ആ കൂടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ഇത് ശരിക്കും എന്തോ വട്ട് കേസാണ്, ഇത്രയും ശമ്പളവും ഇത്രയും അപ്പോൾ ഞാൻ ആ ട്രാൻസിഷൻ ടൈം ഓർക്കുന്നുണ്ട്. ഞാൻ ആ ജോലിയിൽ വ്യാപൃതനായിരിക്കുകയും ഇടയ്ക്ക് പോയി വചനം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഇയാളുടെ മാതിരിയാണ്, ഈ കലപ്പയമ്മ കൈവയ്ക്കുന്ന ആളുടെ മാതിരി ഇല്ലേ. ഞാൻ ഈ സുവിശേഷ വേല നടക്കുന്നിടത്തും എൻ്റെ വിചാരം അവിടുത്തെ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്നു, പക്ഷേ എങ്കിലും അതങ്ങ് പൂർണ്ണമായി ജോലി വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മെഷീനറികളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ പോയിട്ടേ ഇല്ല അങ്ങോട്ടേക്ക്. പിന്നെ കുറച്ച് ദിവസം മുമ്പ് രാജസ്ഥാനിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചപ്പോൾ, ബ്രദറെ പണ്ട് ഇവിടെ കുറേ മെഷീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ പോലും ചിന്തിക്കണില്ല, നീ പിന്നെ എന്തിനാ ചിന്തിക്കണേ? അതെന്നെ സംബന്ധിച്ച് ബൈബിളിന് സുവിശേഷത്തിന് വേണ്ടി ഞാൻ അതെല്ലാം വിട്ടു. അപ്പോൾ നമ്മൾ സുവിശേഷത്തിന് വേണ്ടി, ദൈവിക വെളിപ്പെടുത്തലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വിടണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഒരു സിസ്റ്റർ പറഞ്ഞ മാതിരി ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. പക്ഷെ ഇങ്ങനെ വിളിയുള്ളവരും ഉണ്ടാകും നിങ്ങളുടെ ഇടയിൽ. അവരെ അതിന് വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് സമയം, ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ 1-2 ദിവസമോ എങ്കിലും ഒന്ന് വെറുതെ ഇരിക്കണം, ധ്യാനിച്ചിരിക്കണം, വെടിപാടുകൾക്ക് വേണ്ടി കാത്തിരിക്കണം. ഒന്നുകൂടി വായിച്ച്, അതൊന്ന് മനോഹരമല്ലേ ആ വാക്ക് പറഞ്ഞിരിക്കണത്. അതിനു മുമ്പത്തെ പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ. ഇത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാമോ മഠത്തിൽ? ഒരുപാട് വചനങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ വചനം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഇത് എഴുതി വെക്കാറില്ല. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനിയാകും? എന്ന് പറഞ്ഞാൽ അവരെവിടെ പോയാലും അവർക്ക് സംസാരിക്കാനുള്ളത് അവരുടെ കാളേനെ പറ്റിയാണ് എന്ന് പറഞ്ഞ മാതിരി. ക്ഷമിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു നല്ല ടീച്ചറാണോ ഉദ്ദേശിച്ചോ, ഒരു സിസ്റ്റർ, ആ ടീച്ചർ എവിടെ പോയാലും അവർ സംസാരിക്കുന്നത് ഈ ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങളായിരിക്കാം. ക്ഷമിക്കണം, എന്നോട് ഞാൻ കുറ്റം പറയല്ല കേട്ടോ. അവിടെ സ്കൂളിൽ ഇൻസ്പെക്ടർ വന്നു, അത് ഇന്നമാതിരി ചോദിച്ചു, അവിടെ ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയായില്ല, എന്നോട് അങ്ങനെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ സ്കൂളിൽ ഇത്ര റിസൾട്ട് കിട്ടി, ഈ പ്രാവശ്യം 100% കിട്ടി, ഇതൊക്കെ സംസാരിക്കും. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാ? കാരണം നമ്മളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കംപ്ലീറ്റ് ജീവിതം ഈ കലപ്പയുടെ പുറയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദൈവിക വെളിപ്പെടുത്തൽ വേണമോ? ഇത് വേണമോ? വേണമെങ്കിൽ കുറച്ച് നാളെങ്കിലും ഈ ജോലിയൊക്കെ വിടണം. എന്നിട്ട് 1 വർഷം സബാറ്റിക്കൽ എടുക്കുക, അല്ലെങ്കിൽ 1 മാസമെങ്കിലും ലീവ് എടുത്ത് എവിടെയെങ്കിലും പോയി തപസ്സിരിക്കുക.
അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മഠത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു 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 ഏകാന്ത ഭവനം ഉണ്ടാക്കുക, ഒരു സോളിറ്റ്യൂഡ് ഹോം ഉണ്ടാക്കുക. കോൺക്രീറ്റിലൊന്നും ഉണ്ടാക്കരുത്, ഒരു തൊഴുത്ത് മാതിരി, ഒരു കുടില് എന്താ എന്തായാലും പറഞ്ഞേ, പർണശാല, പർണശാല. എനിവേ, ഋഷിമാർ താമസിക്കുന്ന മാറ്റി അങ്ങനെ ഒരു ഋഷിയാകും. അപ്പം അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥനാ ഭവനമുണ്ടാക്കി അവിടെ ശാന്തമായി ഒരു മാസം, ഒരു 40 ദിവസം ഇരുന്ന് ഈ വചനം ധ്യാനിച്ച് വേറെ ഒന്നിലും ഇടപെടാണ്ട്, കർത്താവേ നീ എന്നോട് സംസാരിക്കണേ, നീ എനിക്ക് വെളിപാട് നൽകണേ, അങ്ങനെ നിങ്ങളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിലേ ഇത് നടക്കുള്ളൂ. ഇവിടെ സുപ്പീരിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയേഴ്സിനോ ചാപ്റ്ററിലൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം വെക്കി. നമ്മളൊരുപാട് കൺസ്ട്രക്ഷനൊക്കെ അല്ലാണ്ട് നടത്തുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടക്കട്ടെ. അപ്പോൾ അവിടെ അങ്ങനെ 1-2 കുടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും സിസ്റ്റേഴ്സിന് വന്ന് അവിടെ ഇരുന്ന് നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഒന്ന് വിശ്രമിക്കാനും ശാന്തമായിട്ട് ബാക്കി ഒരു ഇടപാടിലും ഇടപെടാതെ, ഭക്ഷണം പോലും ഒരു പക്ഷേ ഉണ്ടാക്കാതെ കുറച്ച് കഞ്ഞിയും ചമ്മന്തിയും മാത്രം, ഒരു ലഘു ഭക്ഷണമായിട്ട്. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങിപ്പോവും. അപ്പോൾ അതെല്ലാം നമുക്ക് പറ്റിയ ആത്മീയതയാണ്. നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ ഇതെല്ലാം അതിന് വളരെ യോജിച്ചതായിട്ട് വരും. അങ്ങനെ ഓരോ മഠത്തിലും ഒരു ചെറിയ പ്രാർത്ഥനാ ഭവനം അങ്ങനെ ഉണ്ടായിട്ട്, അങ്ങനെ നമ്മൾ ഏകാന്തമായിട്ട് ഈശോയുമായിട്ടിരുന്ന് കോണ്ടംപ്ലേഷനിലൂടെ മണവാളനുമായിട്ട് സല്ലപിച്ച് മണവാളൻ്റെ രഹസ്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്ന് ഒരു പുസ്തകത്തിൽ അതെല്ലാം എഴുതി വെച്ച് നമ്മളുടെ ഹൃദയം ദൈവത്തിൻ്റെ വെളിപാടുകൾ കൊണ്ട് നിറയും. നമുക്കതിനൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നമ്മുടെ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി നടന്ന് ഒരുപാട് അധ്വാനിക്കുകയാണ്. ദൈവമേ, അതിൽ നിന്നും കുറച്ച് സമയമെങ്കിലും അവർ വിശ്രമത്തിനും ഈശോയോടൊപ്പം ഇരിക്കാനും അതിനുള്ള സംവിധാനം അവർക്ക് സൗകര്യം കൊടുക്കണേ. ഒന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കെ, ഞാനിത് പറയുന്നത് എന്നെ ഇങ്ങനെയൊക്കെ ഇരുത്തുകയാണ് ചില സമയത്ത് കർത്താവ്. എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങനെ ഇരുത്തും, ഒന്നും ചെയ്യാണ്ട്. എന്നിട്ട് ഞാനങ്ങ് കുറേ നേരം കിടന്നുറങ്ങും. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്തോ ഒരു പുതിയ ആശയം ഇങ്ങനെ വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന തരും. ആ വേദന തന്നങ്ങ് പൊളഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു പുതിയ ആശയം വരും. ആ ആശയം വന്നു കഴിഞ്ഞാൽ വളരെ ശക്തിയായി പിന്നെ വചനം കാറ്റക്കിസവുമായിട്ട് ഇങ്ങനെ വിശുദ്ധരുടെ അങ്ങനെ പിടിച്ച് കയറി നോക്കുമ്പോൾ ഈശോയെ എന്തൊരു വലിയ കാര്യമാണ്. നമ്മളങ്ങ് വേറെ ഒരു ലോകത്തിലായി മാറും. അങ്ങ് വേറെ ഒരു ലോകത്തിൽ, ഈ ഭൂമിയിൽ തന്നെ, എന്നാൽ സ്വർഗീയമായ ദൈവികമായ ജ്ഞാനത്തിൻ്റെയും വെളിപാടുകളുടെയും ഒരു ലോകം. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ വായിച്ച വചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ച് നമുക്ക് അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും. അവിടെ പറയുകയാണ്,
അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത് എന്ത് അവൻ ഉപമകളിലൂടെ സംസാരിച്ചത്. ഇത് ഏശയ്യായിൽ തന്നെ പറഞ്ഞിട്ടുള്ള വചനമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ചിന്തിച്ചേ, എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? ആരെങ്കിലും ഒരു സൂചന തരാമോ? ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ. പരിശുദ്ധാത്മാവേ, ഇതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. പരിശുദ്ധാത്മാവേ, ഇതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി തരണമേ. പരിശുദ്ധാത്മാവേ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരണമേ. എന്താണ് ഈ ഉപമ കേൾക്കുന്ന വ്യക്തികൾ? അധികവും യഹൂദന്മാരാണ്. ഈശോയിൽ വിശ്വസിക്കാത്തവരാണിത് കേൾക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ഗ്രഹിക്കാനായി പറ്റുന്നില്ല. അതല്ല, യെസ്, ഇത് തന്നെയാണ് അതും പറഞ്ഞത് അല്ലേ? ഉച്ചത്തിൽ വായിച്ചത് എത്രയാ വചനം? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 35. സിസ്റ്റർ വായിച്ചെന്ന് യൂസ് ഇറ്റ്. മത്തായിയുടെ സുവിശേഷം 13:35. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. അതെ, പക്ഷെ എന്തിനാണ് ആ പ്രവാചക വചനം? അത് പൂർത്തിയാകാനാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇത് നടക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയായിരിക്കും യേശുവിൻ്റെ ശുശ്രൂഷകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തിനു പ്രതിബന്ധം ഉണ്ടാകാതിരിക്കാൻ? അതിനെ കുറച്ചും കൂടി ഒന്ന് വിവരിക്കാമോ? ഈശോ വഴി രക്ഷയുണ്ടെന്ന് പഴയ വിധത്തിൽ പ്രവചനങ്ങളെല്ലാം ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒരു കൈയടി കൊടുക്കാം. യെസ്, കുറച്ചും കൂടി അതിനെ ക്ലാരിറ്റി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഈ പറഞ്ഞ ആശയത്തെ നമുക്കിങ്ങനെ പഠിക്കാം. എങ്ങനെയാണ് യേശുവിൽ ഈ മനുഷ്യർ രക്ഷിക്കപ്പെടുക? എങ്ങനെയാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുക? യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടും ഇല്ലേ? പക്ഷേ യേശുവിൻ്റെ വചനപ്രഘോഷണത്തിലൂടെയാണോ രക്ഷിക്കപ്പെടുന്നത്? മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? പറഞ്ഞേ ഉച്ചത്തിൽ. കുരിശ് മരണം സംഭവിക്കണം. കുരിശിലൂടെ അഥവാ രക്തം ചിന്തുന്ന യേശുവിൻ്റെ ബലിയിലൂടെ മാത്രമേ മനുഷ്യവംശം രക്ഷിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ആ ബലിയിലൂടെ മാത്രമേ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമുള്ളൂ. അപ്പോൾ യേശു പരസ്യ ജീവിതത്തിൽ വലിയ ജനസമൂഹം യേശുവിൻ്റെ അടുത്ത് വന്നു. അവരിതെല്ലാം കേട്ടു. യേശുവാണ് അവരുടെ രക്ഷകനെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവരും കൂടി യേശുവിൻ്റെ അടുത്തേക്ക് ഇരച്ചു വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ യേശുവിനെ രക്ഷിക്കാൻ പറ്റുമോ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാലും ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയാണ്? എപ്പോൾ രക്ഷിക്കണം അവരെ? അവരുടെ പാപം യേശു കുരിശിൽ ഏറ്റെടുത്തതിന് ശേഷമേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനു മുമ്പ് ഇവരെല്ലാവരും കൂടി വന്നാൽ അപ്പോൾ അവർ രക്ഷിക്കപ്പെടരുത്. ഇനി ഒന്ന് വായിച്ചേ,
അതുകൊണ്ട് അവനെല്ലാം ഉപമകളിലൂടെ സംസാരിച്ചു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും. അവർ കേട്ടിട്ടും എന്ത് ഗ്രഹിക്കരുത്? ഇവനാണ് മിശിഹ എന്ന് അവർ ഗ്രഹിക്കരുത്. ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും. അവിടെ ഒരു വാക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ചേർക്കാം. അങ്ങനെ അവർ ഇപ്പോൾ മോചനം ഇപ്പോൾ എന്നുള്ളൊരു വാക്കൊന്ന് ചേർത്ത് നോക്കിയേ. അങ്ങനെ അവർ ഇപ്പോൾ മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും. പക്ഷേ എപ്പോൾ മോചനം പ്രാപിക്കും? അവർക്ക് കുരിശു മരണത്തിന് ശേഷം. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, ഈശോ വന്നിട്ട് ചോദിക്കും, എന്താണ് ആളുകൾ എന്നെക്കുറിച്ച് പറയണേ? അത് യേശുവിന് അഹങ്കരിക്കാൻ വേണ്ടിയൊന്നുമല്ല. ആളുകൾ എന്താ എന്നെക്കുറിച്ച് പറയണേ എന്ന് പറയണതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഞാൻ ഈ ഒളിച്ചു കളിക്കണ കാര്യം? യേശു പരസ്യ ശുശ്രൂഷയാണ് ചെയ്യുന്നതെങ്കിലും വളരെ രഹസ്യമായിട്ടൊരു കാര്യമാണ് അതിനകത്ത് ചെയ്യണം. ഈ പരസ്യ ശുശ്രൂഷയിൽ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കുമ്പോഴും ഞാനാണ് മിശിഹ എന്ന് ഇവർ അറിയരുത് എന്ന അർത്ഥത്തിലാണ് ഈശോ ചെയ്യണത്. എന്താ ആളുകൾ എന്നെക്കുറിച്ച് പറയണേ? അപ്പോൾ അവർ പറഞ്ഞു, നീ വലിയൊരു പ്രവാചകനാണെന്ന് പറയണു, ചിലർ പറയണു ഏലിയായാണെന്ന് പറയണു, ചിലർ പറയണു കൈവീശി കാണിച്ചേ, ചിലർ പറയണു യോഹന്നാൻ മൗന്താന മടങ്ങി വന്നതാണെന്ന് പറയണു. ഓക്കെ. അപ്പം ആരും പറയുന്നില്ല നീ മിശിഹായാണെന്ന്. ഗുഡ്. എന്നിട്ട് അടുത്ത ചോദ്യം അപ്പോസ്തലന്മാരെ, നിങ്ങളെന്താ എന്നെക്കുറിച്ച് പറയണേ? വാട്ട് ഡു യു സേ അബൌട്ട് മീ? അപ്പോൾ അവരും നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല, എന്ത് പറയണം. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, നീയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു. പത്രോസേ, അത് നീ അല്ല പറയണേ, എൻ്റെ പിതാവ് നിനക്കിപ്പോ വെളിപ്പെടുത്തി തരണോണ്ടാ, അല്ലെങ്കിൽ നിനക്കിത് പറയാൻ പറ്റൂല. നിനക്കത് വെളിപ്പെടുത്തി തരുന്നത് നീ അനുഗ്രഹീതനാണ്, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരക കവാടങ്ങൾ അതിനെ ബലപ്പെടുകയില്ല അതിനെതിരെ. അത് കഴിഞ്ഞിട്ട് ഉടനെ എന്താ ഈശോ പറഞ്ഞെന്നറിയോ? നിങ്ങളിതാരോടും പറയരുത്. നിങ്ങളിതാരോടും പറയരുത്. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കേട്ടോ? എന്നിട്ട് പറയാണ്, എനിക്ക് ജെറൂസലേമിലേക്ക് പോകണം. വായിച്ചോ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. സ്നേഹം കൊണ്ടാണ് പാപത്തിന്, ഈശോനോടുള്ള സ്നേഹം കൊണ്ടാ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുൻപിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. ഇപ്പം നോക്കിയേ, ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ വീക്ഷണം, പത്രോസ് ഒരാൾക്ക് മനസ്സിലായി യേശുവാണ് മിശിഹ എന്ന്. എന്നാൽ ആ മിശിഹ അനുഭവിക്കാനിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈ ഒരാൾ തന്നെ അതിന് പ്രതിബന്ധം നിൽക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ അടുത്ത് രോഗശാന്തി സ്വീകരിച്ചു വന്ന ആബാലവൃദ്ധം ജനങ്ങളെല്ലാവരും
യേശുവാണ് മിശിഹ എന്ന് മനസ്സിലാക്കുകയും മിശിഹായെ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ പീഡിപ്പിക്കപ്പെടും, അവനെ അവർ കൊല്ലും, അവർ കുരിശുമ്മ തറയ്ക്കും എന്നെല്ലാം അറിയുകയാണെങ്കിൽ എന്തായിരിക്കും ജെറുസലേമിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ? അപ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ എന്തോരം രഹസ്യമായിട്ടുള്ള മൂവ്മെൻ്റാണ് യേശു ചെയ്തിരുന്നത്. അവൻ രഹസ്യമായിട്ട് പല സ്ഥലത്തും ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് ചിലവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് യൂദാസിനെല്ലാം അറിയാം ഇന്ന സ്ഥലത്താണ് അവൻ നിൽക്കണത്. അപ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു മിസ്യാനിക് സീക്രസി, ഒരു മിസ്യാനിക് സീക്രട്ട് ഇതാണ്. യേശു പരസ്യ ശുശ്രൂഷ ചെയ്തിരുന്നുവെങ്കിലും വിത്ത് വിതയ്ക്കുകയായിരുന്നു. അത് വിതച്ചു, പക്ഷെ അപ്പം മുളയ്ക്കില്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മുളയ്ക്കുള്ളൂ. മുളയ്ക്കുമ്പോഴേക്കും ആൾ ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടാവും. ഒന്ന് നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഈ വെളിപാട്, ഇപ്പം ഇതിനെയാണ് ഒരു വെളിപാടെന്ന് പറയുന്നത്. വലിയ കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടാണ് അവൻ ഉപമകളിലൂടെ സംസാരിച്ചത് എന്നുള്ളത് കൺവിൻസിങ് ആയോ ഇല്ലയോ? ഇല്ലേ? മനസ്സിലായില്ലേ? നമുക്ക് അക്സെപ്റ്റബിൾ ആയോ ഇല്ലയോ? ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞ്, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, കർത്താവെ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനെ പ്രതി നന്ദി പറയണു കർത്താവെ. ഓ പരിശുദ്ധാത്മാവേ, ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് നന്ദി പറയണു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എൻ്റെ വളരെ എളിയ അഭിപ്രായം, നിങ്ങളെല്ലാവരും തന്നെ കുറച്ച് സമയം ഇങ്ങനെ കോൺടെംപ്ലേഷനിലിരുന്ന് ഈ ദൈവിക വചനത്തിൻ്റെ വെളിപാടുകൾക്ക് വേണ്ടി ദാഹിക്കണം. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. നമ്മളെപ്പോഴും പ്രവർത്തനം ആയിട്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടില്ല. അതാണ് ആ സിറാക്കിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് വളരെ ശക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 കാര്യങ്ങൾ, ഒരേ തരത്തിലുള്ള 4 കാര്യങ്ങൾ. ഒന്ന് കലപ്പയിൽ കൈവയ്ക്കുന്ന ആളും, ഒന്ന് കൊത്തുപണിക്കാരനും, മറ്റൊന്ന് ഇരുമ്പ് പണിക്കാരനും, മറ്റൊന്ന് കുശവനും. ഇവർക്കൊന്നും വെളിപാട് കിട്ടൂല. കാരണം അവരുടെ ആ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. എന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ വാത്സല്യഭാചനങ്ങളും മണവാട്ടിമാരും ദൈവത്തിൻ്റെ വെളിപാടുകൾ ലഭിക്കാൻ ഏറ്റവും യോഗ്യരും അർഹരുമായിട്ടുള്ളവരാണ് നമ്മൾ. അങ്ങനെ കുറേ പേരിലൂടെ ഇത് കിട്ടിയാലേ ഇത് ലോകത്തിലേക്ക് പ്രസരിക്കുകയുള്ളൂ. അതിനേറ്റവും യോജിച്ചവരാണ് നിങ്ങൾ. പക്ഷെ അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കൊത്തുപണി നിർത്തണം. കുറച്ച് സമയം വിശ്രമിക്കണം. വിശ്രമം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കർത്താവിനോടൊപ്പം ആയിരിക്കണം. മറ്റ് ജോലികളിൽ വ്യാപൃതരായിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു വിസിത്ത കഴിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ വെളിപാട് കിട്ടൂല. ഞാൻ പറയണത് നിങ്ങൾക്ക് വിഷമമുണ്ടാവുന്നില്ലല്ലോ. ഈസ് ഇറ്റ് എൻകറേജിങ് യു ഓർ നോട്ട്? ഇത് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ഇതിൽ കൂടുതൽ എനിക്കൊരു ഭാഷ അറിഞ്ഞുകൂടാ. എൻ്റെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആത്മീയതയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഇത് നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ വേറെ ഈ പാടത്ത് പണിക്കാർക്ക് കിട്ടുമോ? ഈ കുടുംബത്തിൽ ജോലി ചെയ്യണ ആളുകൾക്ക് കിട്ടുമോ? അപ്പോൾ അത് നിങ്ങൾ അതിനു വേണ്ടി ശരിക്ക് സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തുമ്പോൾ ദൈവിക വെളിപ്പെടുത്തലുകൾ നിങ്ങൾക്ക് കിട്ടും. ആ ദൈവിക വെളിപ്പെടുത്തലാണ്, അതാണ് ഈ വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായത്. ഓക്കെ, നമ്മളിനി വീണ്ടും ഈ ദൈവനീതിയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാകും എന്നതിൻ്റെ ഒരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്.
ഇതൊരു പക്ഷേ ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. ഇനി ധ്യാനം കഴിഞ്ഞിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന സമയത്ത് ധ്യാനം കഴിഞ്ഞ് നിങ്ങളിത് ആരോടെങ്കിലും പെട്ടെന്ന് പോയി സംസാരിക്കരുത്. ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവരെ മനസ്സിലാക്കിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ജ്ഞാനത്തിന് വേണ്ടി അവരെ പ്രാർത്ഥിപ്പിക്കണം. പെട്ടെന്ന് പോയിട്ട് ഈ കാര്യം പറയരുത്. ഞാൻ ആദ്യം മുതൽ എന്ത് അവതരിപ്പിച്ചോ ആ രീതിയിലൂടെ നിങ്ങൾ പോകണം. അവസാനം പറഞ്ഞത് ആദ്യം പറയരുത്. ആദ്യം പറഞ്ഞത് തന്നെ ആദ്യം പറയണം. എന്താണ് ആദ്യം പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ 2-3 ദിവസം പ്രാർത്ഥിപ്പിച്ച് ഒരുക്കിയതിന് ശേഷമേ ദൈവരാജ്യത്തിൻ്റെ ദൈവനീതിയെക്കുറിച്ച് പറയാവൂ. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുകയില്ല. നിങ്ങളെ കൺഫ്യൂഷനാക്കുന്ന രീതിയിൽ വേറെ ആർഗ്യുമെൻറ്റുകൾ വരും. ഞാൻ ചിലപ്പോൾ അച്ഛന്മാരോട് ചോദിക്കാണ്ട് ഇതെന്താ ഇതിനെക്കുറിച്ച് പറയാത്തത്? എൻ്റെ തോമസ് പോളെ എവിടെ പറയാനാ? ഞായറാഴ്ച കുർബാനയിലാണ് നമുക്ക് 2 വാക്ക് പറയാനുള്ള സമയം. 10 മിനിറ്റിൽ കൂടുതൽ പറയുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ വാച്ച് നോക്കും. അതിൻ്റെ അർത്ഥം അച്ചോ സമയം കഴിഞ്ഞു, നിർത്തിക്കൊള്ളണമെന്നർത്ഥം. എന്നിട്ട് ഈ മാന്യന്മാർ പുറത്ത് പോയിട്ട് കുറേ നേരം വർത്തമാനവും പറഞ്ഞ് സിഗരറ്റ് വലിച്ച് 1/2 മണിക്കൂർ അവിടെ നിൽക്കാൻ കാണാം. പക്ഷേ പള്ളിയിൽ പ്രസംഗം പറയുമ്പോൾ ലേറ്റായാൽ ഭയങ്കര എന്തോ വലിയ തെറ്റ് ചെയ്ത മാതിരിയാണ്. അച്ഛൻ ഇത്രയും സമയമൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾക്ക് പോയിട്ട് കാര്യമുണ്ട്. എന്ത് കാര്യമാണ്? അവിടെ വാചകം അടിച്ച് നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളുടെ ഒരവസ്ഥ. ഒരു ഞായറാഴ്ച കുർബാനയിൽ ഒന്ന് വിവരിച്ചൊരു പ്രസംഗം പറയാൻ പോലും ഒരച്ഛന് സാധ്യമല്ലാത്ത അവസ്ഥയാണ്. പിന്നെ എവിടെയാണ് ഇതൊക്കെ പറയാം? ഇപ്പം ഈ ദൈവനീതിയെക്കുറിച്ച് ഒരു ദിവസം മുഴുവനും പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ധ്യാനത്തിനെ ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ. അത് 3 ദിവസത്തെ ധ്യാനം കൊണ്ട് ഇത് ഒരിക്കലും പറയാൻ പറ്റണില്ല. അങ്ങനെയാണ് ഞാൻ 9 ദിവസത്തെ ധ്യാനം ഉണ്ടായപ്പോഴാണ് ഇത് പറയാൻ ആരംഭിച്ചത്. അരമണിക്കൂറോടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയാൻ എന്തിനാ ഇവിടെയൊക്കെ പോയത്? എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ഈ പറഞ്ഞതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് വല്ല ഗുണം ഉണ്ടായോ? എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോയത്? ഞാൻ ദൈവനീതി സുവിശേഷത്തിൽ നിന്ന് ഇനി എടുക്കണം. സുവിശേഷത്തിൽ ദൈവനീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മൾ പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞത് പഠിച്ചു. പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ ദൈവനീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കെടുക്കാം. ലേഖന ഭാഗത്ത് നമ്മൾ പഠിച്ചു. ഇനി ലേഖന ഭാഗത്ത് വേറെ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഇനി യേശു എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. കൈവീശി കാണിച്ച് യേശുവേ സ്തോത്രം, ഒന്ന് സ്തുതിച്ച് യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് കാറ്റക്കിസത്തിൽ ഇതിനെക്കുറിച്ച് പറയണത് എന്താണ്? ദൈവനീതിയെക്കുറിച്ച് കാറ്റക്കിസത്തിൽ പറയണ ഒരു 2 ഖണ്ഡികകൾ നമുക്ക് വായിക്കാം. 1992 1992 വായിക്കാം. സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ കുരിശിലർപ്പിക്കുകയും തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാക്കുകയും ചെയ്തു. ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. വിശ്വാസത്തിൻ്റെ കൂദാശയായ മാമോദീസായിലൂടെ നീതീകരണം നൽകപ്പെടുന്നു. തൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ നമ്മെ ആന്തരികമായി നീതിയുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ നീതിയോട് അത് നമ്മെ അനുരൂപപ്പെടുത്തുന്നു. അതിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും മഹത്വവും നിത്യജീവനാകുന്ന ദാനവുമാണ്. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നിയമത്തിലൂടെയല്ലാതെ ദൈവനീതി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു.
ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എന്തെന്നാൽ അവിടെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായതിനാൽ അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതിമൽക്കരിക്കപ്പെടുന്നു. വിശ്വാസം വഴി രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചിരുന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്തുന്നു. അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത്. 1994 വായിക്കാം. നമ്പർ നോട്ട് ചെയ്തേക്കണേ, CCCയിലെ നമ്പർ. യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. പ്രൈസ് ദ ലോർഡ്. ഇതിലും വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ഈ കാറ്റഗിസത്തിൽ എങ്ങുമില്ല. ഇതുപോലത്തെ ഒരു വാക്ക് ഒന്ന് വായിച്ചേ. ഒന്ന്, യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി ആരാണ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവും യേശുക്രിസ്തു. ഇനി ഞാൻ വേറൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് ഈശോയുടെ ഇതിനകത്തേക്ക് വരാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും. ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, നിങ്ങളുടെ ആങ്ങള എന്ന് പറയാം, നിങ്ങളുടെ സഹോദരൻ ഒരാൾ, എല്ലാവരും ഒന്നും ഇങ്ങോട്ട് നോക്കി. നിങ്ങളുടെ സഹോദരൻ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവൻ ജയിലിൽ കിടക്കാണെന്ന് ഒരു ഫോൺ വന്നു. എന്താ നിങ്ങൾക്കുണ്ടാവണ ഒരു പ്രതികരണം? ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ ഉണ്ടാകണ പ്രതികരണം? അവനെ ഉടനെ എങ്ങനെയെങ്കിലും വിടുവിച്ച് കിട്ടണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ തെറ്റാണ് ചെയ്തത്, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് പറയണ ഏതെങ്കിലും ഒരമ്മ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവന് ശിക്ഷ കിട്ടണോ വേണ്ടയോ? അവൻ തെറ്റ് ചെയ്തുവെങ്കിൽ അവന് ശിക്ഷ കിട്ടണോ വേണ്ടയോ? ആരും മിണ്ടുന്നില്ല. ഇനി അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഇപ്പം ഇത് നമ്മുടെ അവസ്ഥ, ഇത് നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ? ഈ മകൻ, നമ്മുടെ അമ്മച്ചി ചിലപ്പോൾ ഇത് കേട്ട വഴി തന്നെ ബോധം കെട്ട് വീണിട്ടുണ്ടാവും. അപ്പച്ചൻ കുറച്ച് മസിൽ പിടിച്ച് നിൽക്കണം. അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെയുള്ളതിനൊന്നും പോകരുത്, അവിടെ കിടക്കട്ടെ 2 ദിവസം. ചിലപ്പോൾ പറഞ്ഞേക്കും, ഇല്ലേ? പാടില്ലായി ഒന്നുമില്ല. ഇതാണ് ചേട്ടന്മാരുടെ ഒരവസ്ഥ. പക്ഷേ അമ്മ കിടന്ന് കരച്ചിലോട് കരച്ചിൽ. അമ്മ ആദ്യം ഫോൺ വിളിച്ച് പറയേണ്ടത് കന്യാസ്ത്രീ മോളോടാണ്, മോളെ പ്രാർത്ഥിക്കടി, മോളെ നമ്മുടെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയടി. ശരിയാണോ അല്ലയോ? അപ്പോഴേക്കും ഇവിടെ തലചിറ്റായി. അപ്പോഴേക്കും മദർ വന്നു, എൻ്റെ മകളെ പോലീസ് അടിച്ചോണ്ടുപോയി, പോലീസ് പിടിച്ചോണ്ടുപോയി. അവരെന്താ ചെയ്തതെന്ന് നമ്മൾ പറയണില്ല, അവരെ പോലീസ് പിടിച്ചോണ്ടുപോയി, അവരെ അറസ്റ്റ് ചെയ്തു. ഇവിടെ കഞ്ഞിയും കുടിക്കണില്ല, ചോറും കഴിക്കണില്ല, ആകെ കിടപ്പായി കന്യാസ്ത്രീ. അവിടെ അമ്മ, അപ്പനിങ്ങനെ മീശയും പിരിച്ച് നിൽക്കുകയാണ്. അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെയുള്ളത് ചെയ്യരുത്, അവിടെ കിടക്കട്ടെ. പക്ഷേ അമ്മ കിടന്ന് ബഹളമാണ്. നിങ്ങളൊന്ന് പോ മനുഷ്യ, നിങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യ്, എൻ്റെ മോനെ പുറത്തിറങ്ങി കൊണ്ടുപോയോ. പോകാം. പോയി ചെന്നിട്ട് പോലീസുകാരനോട് പറഞ്ഞു, സാറേ എൻ്റെ മോനാണവൻ. ആഹാ, നിങ്ങളുടെ മോനാണല്ലേ?
പോലീസുകാരൻ അവൻ്റെ വാശിയെന്ന് കാണിക്കുന്നു. ഇവൻ ചെയ്തത് ഭയങ്കര തെറ്റാണ്, ഈ തെറ്റിന് ഇന്ന നിയമപ്രകാരം ഇത്ര കഠിന തടവുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ വേറൊരു തെറ്റും കൂടി ചെയ്ത് അതിന് ഇത്ര നാൾ ജയിലിൽ കിടക്കണം. അയ്യോ സാറേ, എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന്, എനിക്ക് വീട്ടിലേക്ക് മടങ്ങി ചെല്ലാനേ പറ്റൂല, എൻ്റെ ഭാര്യ അങ്ങോട്ട് കയറ്റൂല, എൻ്റെ മോനെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു വഴിയുണ്ട്. എന്താണത്? ഷോ, ഒരു വഴിയുണ്ടെന്ന് കേട്ടതോടുകൂടി അപ്പനൊരാശ്വാസം ഇല്ലേ? 1,00,000 രൂപ. ഇനി പറയണ ഒറ്റ വാക്ക് ആണ് നിങ്ങളെ കംപ്ലീറ്റ് ബൈബിളുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വാക്കുണ്ട് ഇവിടെ. 1,00,000 രൂപ എന്തടയ്ക്കണം അവിടെ? അതിന് സുവിശേഷത്തിലെ ഒരു വാക്ക് പറഞ്ഞേ. വെരി ഗുഡ്, പ്രൈസ് ദ ലോർഡ്. മോചനദ്രവ്യം അടയ്ക്കുകയാണെങ്കിൽ അവനെ കൊണ്ടുപോകാം. ഓ, നിങ്ങൾക്കും ആശ്വാസമായി തോന്നില്ലേ? ഒരു ഭയങ്കര ആശ്വാസം. പക്ഷേ അപ്പം പറയണേ, എൻ്റെ അടുത്ത് 1,00,000 സാറേ. ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് ഭാര്യയോട് സംസാരിച്ചിട്ട് ഉടനെ വരാം എന്ന് പറഞ്ഞു പോയി. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞേ, അതേ 1,00,000 രൂപ കൊടുത്താൽ, മോചനദ്രവ്യം കൊടുത്താൽ അവനെ വിട്ടുകിട്ടും. എന്നാൽ വേഗം കൊടുക്ക്. അതിന് എൻ്റെ അടുത്ത് കാശൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് കാശൊന്നുമില്ല അല്ലേ? നിങ്ങൾക്ക് കാറ് മേടിക്കാൻ കാശുണ്ട്, മോട്ടോർ സൈക്കിൾ മേടിക്കാൻ കാശുണ്ട്, കള്ളു കുടിക്കാൻ കാശുണ്ട്. എൻ്റെ മോൻ്റെ കാര്യം വന്നപ്പോൾ കാശില്ല. ഇതാ എൻ്റെ താലിമാല കൊണ്ടുപോയിട്ട് കുറ്റായാലും എൻ്റെ മോനെ പഠിച്ചോണ്ട്. താലിമാലയാണോ മോനാണോ ഏതാ വലുതിപ്പോ? പറയും. താലിമാലയും വാളയും ഇതെല്ലാം എടുത്തങ്ങ് കൊടുത്ത് അമ്മ, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയോ. എടിയേ, അവൻ ചെയ്തത് വലിയ തെറ്റാണ്, അതൊക്കെ ശരിയാന്നേ, പക്ഷെ എൻ്റെ മോനാണവൻ. ഇങ്ങനെ പറയോ ഇല്ലയോ? അങ്ങനെ അമ്മയും അപ്പനും കൂടി കാശുണ്ടാക്കി 1,00,000 രൂപ എന്ത് ചെയ്തു? മോചനദ്രവ്യം അടച്ചു. മകനെ റിലീസാക്കി. ഒന്നെല്ലാവരും കൈവീശി കാണിച്ചേ. ഷോ, ഇത്രയും പറഞ്ഞിട്ടിരുന്ന് ഉറങ്ങാണെങ്കിൽ. മകനെ റിലീസാക്കി കൊണ്ടുവന്നു. മകൻ പുറത്ത് വന്ന വഴി എൻ്റെ അപ്പനെ കെട്ടിപ്പിടിച്ച്, എൻ്റെ അപ്പച്ചോ എന്നോട് ക്ഷമിക്കണേ അപ്പച്ചോ, ഇനി മേലെ ഞാനിങ്ങനെ ഒന്നും ചെയ്യില്ലട്ടോ, നീ അങ്ങോട്ട് വാടാ. വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നിട്ട് അവന് 2 കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അപ്പം കൊണ്ടുവന്നത്. പക്ഷേ അവിടെ ചെന്ന് അമ്മയുടെ സ്നേഹം കൂടി അങ്ങോട്ട് കണ്ടുകൂടി പിന്നെ അപ്പനൊന്നും ചെയ്യാൻ പറ്റാത്ത മാതിരിയായിരിക്കും. അമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് കരച്ചിലായി. അവർ 2 പേരും കൂടി കുറേ നേരം കരച്ചു. ഇപ്പോൾ അവനെ ശിക്ഷിക്കണോ? പറയും. എന്തു ചെയ്യണം അവനെ? ഇപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ നീതീകരണം. ദൈവം അവൻ തെറ്റ് ചെയ്തിരിക്കെ ആ തെറ്റിന് ശിക്ഷ ഉണ്ട്, ശിക്ഷ ഉണ്ട്. ആ ശിക്ഷ ആരേറ്റെടുത്തു? ദൈവം തന്നെ ഏറ്റെടുത്തു. ഏറ്റെടുത്തോ ഇല്ലയോ? സ്വന്തം മകനെ പിതാവായ ദൈവം മോചനദ്രവ്യമായിട്ട് കൊടുത്തു. നമ്മൾ തെറ്റ് ചെയ്തു, നമ്മളാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. ബട്ട് വി ആർ അക്വിറ്റഡ് ഫ്രം അവർ പണിഷ്മെൻ്റ് എന്നുള്ളതാണ്. അക്വിറ്റഡ്. അത് റോമർ 5:17-18 നോക്കി. റോമർ 5:17-18, അല്ലെങ്കിൽ 2 കൊരിന്ത്യസ്, റോമർ 5:17-18. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം
എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. ഇനി 2 കൊരിന്ത്യർ 5:17. ഇപ്പോൾ റോമർ 5:17 മുതലാണ് കേട്ടത്. ഇതിനൊരു പാരലൽ എന്നോണം 2 കൊരിന്ത്യർ 5:17 മുതൽ ഒന്ന് വായിച്ചേ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. എല്ലാവരും നേരിട്ട് പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. വായിച്ചോ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ, പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ടോ, ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചേ. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. അടുത്ത വചനം കൂടി. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പ്രൈസ് ദി ലോർഡ്. ഇതിൽ 5:19 കേട്ടോ. നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ പരിഗണിക്കാതെ. ഒന്ന് പറഞ്ഞെല്ലാവരും. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ. ഇവിടെയാണ് ഏറ്റവും ചലഞ്ചിങ് സിറ്റുവേഷൻ. ഒന്ന്, ഇത് നമ്മൾ വിശ്വസിക്കുക. 2, ഇതുപോലെ മറ്റുള്ളവരോട് പെരുമാറണം. ഇതുപോലെ മറ്റുള്ളവരോട് നമുക്ക് പെരുമാറാൻ സാധിക്കണം. അതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് നമ്മളെ ശിക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെ നീ മറ്റുള്ളവന് ചെയ്യുക. അതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. എന്താണ് ഗോൾഡൻ റൂൾ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റുള്ളവർ നമ്മളെ ശിക്ഷിക്കണമെന്ന്? പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹിക്കണേ. ഇപ്പോൾ ഇനി നമ്മൾ ഈ ഫരിസേയ മനോഭാവത്തിൻ്റെ കുറച്ച് ഡീറ്റെയിലേക്ക് പോകാൻ കേട്ടോ.
ഇത് നിങ്ങളുടെ കുമ്പസാരത്തിന് ഡയറക്റ്റായിട്ട് ആവശ്യമുള്ളതാണ് ഇന്നത്തെ കുമ്പസാരം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഫരിസേയ സ്വഭാവത്തിന് ഒരു 3-4 അവസ്ഥകളുണ്ട്. അതാണ് പുതിയ സൃഷ്ടിയാകേണ്ടത്. പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഈശോ മിശിഹ എല്ലായിടത്തും കഴിഞ്ഞിരിക്കണു. ഫരിസേയ സ്വഭാവവും കർത്താവ് ഈശോ മിശിഹ മാറ്റും. അതിൽ ഇപ്പം നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ എങ്ങനെ മാറ്റുമെന്നതാണ് ചിന്തിക്കുന്നത്. കൂദാശ ഒരു രൂപാന്തരീകരണം കൂടിയാണ്. അനുതാപവും ശുശ്രൂഷയാണ്, അനുരഞ്ജന ശുശ്രൂഷയാണ്. എന്നാൽ അതോടൊപ്പം നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നതാണ് കൂദാശ. എല്ലാ കൂദാശകളിലും നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നു. അത് കൃപയുടെ പ്രവർത്തനമാണ്. ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നു. ഈ പഴയ മനുഷ്യനെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൻ്റെ ആ കൽപ്പനകളും ചട്ടങ്ങളും കർക്കശ ബുദ്ധിയോടെ നോക്കുന്ന അവസ്ഥ. ആ കർക്കശനെ ഒന്ന് പറയട്ടെ. കർക്കശം എന്നുള്ള എവിടെ നിന്നാണ് ഈ കർക്കശം എന്നുള്ള വാക്ക്? ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം എടുക്കുക. ഒരുപാട് വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് അതിനകത്തേക്ക് പോകാം. ലൂക്ക 19 എന്ന് പറഞ്ഞാൽ സക്കേവൂസിൻ്റെ കഥയാണ്. ആ സക്കേവൂസിൻ്റെ ഭാഗം കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഒരു പ്രഭു രാജപദവി സ്വീകരിക്കുന്നതിനായി പുറത്ത് പോകുമ്പോൾ തൻ്റെ പൗരന്മാരെ കുറേ പേരെ വിളിച്ചിട്ട് ഓരോരുത്തരുടെ കയ്യിലും ഒരു താലന്ത് അല്ലെങ്കിൽ ഒരു സ്വർണ്ണ നാണയം കൊടുത്ത് പോയി. ഏറെ നാൾ കഴിഞ്ഞപ്പോൾ പ്രഭു രാജപദവി സ്വീകരിച്ച് മടങ്ങി വന്നപ്പോൾ, ഒന്ന് കൈവീശി കാണിച്ച് ശ്രദ്ധിക്കണേ, മടങ്ങി വന്നപ്പോൾ ഓരോരുത്തരെ വിളിച്ചു. തൻ്റെ ആ പൗരന്മാരിൽ ചിലരെ വിളിച്ചു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രഭു അങ്ങ് തന്ന ആ ഒരു സ്വർണ്ണ നാണയം ഞാൻ 10 ആക്കിയിരിക്കുന്നു. അപ്പോഴാണ് പ്രഭു പറഞ്ഞത്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യം ഏൽപ്പിക്കുന്നു. നീ 10 നഗരങ്ങളുടെ മേൽ അധിപനാകുക. അതുപോലെ അടുത്ത ആൾ വന്നു, 5 നാണയം കൊടുത്തു, ഞാൻ 5 ആക്കി മാറ്റിയിരിക്കുന്നു. ഇതുപോലെ തന്നെ അവൻ 5 നഗരങ്ങളുടെ മേൽ അധിപനാക്കി. ഇനി അടുത്തതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. 3-ാമത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ തന്ന ആ നാണയം ഞാൻ അങ്ങനെ തന്നെ തുവാലയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിന്നെ എനിക്ക് ഭയമായിരുന്നു. കണ്ടോ, നിന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം നീ കർക്കശനും വെക്കാത്തതെടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് തുണിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്നാ പിടിച്ചോ. എന്തുകൊണ്ട് അവന് ഒരു പ്രൊഡക്റ്റീവ് ആകാൻ സാധിച്ചില്ല? മറ്റേ ആളെ പോലെ ഈ നാണയങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. അവൻ്റെ യജമാനനെക്കുറിച്ച് അവന് വികലമായ കാഴ്ചപ്പാടായിരുന്നു. എന്ന പോലെ അപ്പം ഇത് ഫരിസേയരെ കുറിച്ചാണ് ഈശോ പറയണത്. ഫരിസേയർ ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട്. പെട്ടെന്ന് ആ റോമറല്ലേ, റോമർ 10 വായിച്ച്. റോമർ 10 പൗലോസ് പറയാണ്, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ. എന്നാൽ തീക്ഷ്ണത ശരിയായ അറിവിന്റെ, ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ട്, പക്ഷെ ദൈവത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാത്ത തീക്ഷ്ണതയാണ്. ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്താണ് അവിടുത്തെ അജ്ഞത?
ദൈവത്തിന്റെ ഒന്നെല്ലാവരും കരമുയർത്തി ഏറ്റു പറഞ്ഞു വായിച്ചേ. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും അവർ ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും, എല്ലാവരും ശബ്ദമുയർത്തി, വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു.